മുറപ്പെണ്ണ്. രചന കാശിനാഥൻ. കാലത്തെ കൊളുത്തിപ്പോയി മുങ്ങി നിവർന്ന് ഈറനോടെ അവൾ കാവിൽ പോയി തൊഴുതു. നിനക്ക് എന്തേ കുട്ടിയെ, സുഖമില്ലേ? ആകെ മുഖമൊക്കെ വല്ലാണ്ട്. അപ്പച്ചി അവളെ നോക്കി. ഇല്ലപ്പച്ചി, ഒക്കെ തോന്നലാണ്. കാലത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അവൾ നോക്കിയപ്പോൾ സേതുവിനെ അവിടെ ഒന്നും കണ്ടില്ല. സേതുവേട്ടനെവിടെ? അവൾ ആരോടും നല്ലത് ചോദിച്ചു. അവൻ കാലത്തെ ടൗൺ വരെ പോയി. എന്തൊക്കെയോ മെയിൽ അയക്കണം, ഇവിടെ റേഞ്ച് കുറവാണെന്ന്. തനിച്ചാണോ പോയത്? അതെ. എന്തേ, മോൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചു, അത്രേ ഉള്ളൂ. അവൾ കൈ കഴുകി എഴുന്നേറ്റു. ഓ, സേതുവേട്ടനെ കാണാതിരിക്കാൻ പറ്റില്ലല്ലേ? അമ്മേ, ഇത് കേട്ടോ? അപ്പച്ചി കളിയായി പറഞ്ഞു. പത്മയുടെ ഉള്ളിൽ എന്തൊക്കെയോ ഭയം നിഴലിച്ചു. സാറിൻ്റെ വീടൊക്കെ നേരത്തെ തന്നെ സേതുവേട്ടൻ ചോദിച്ചറിഞ്ഞിരുന്നു. പക്ഷേ ഇനി അവിടെങ്ങാനും. ഈശ്വര, അരുതാത്തതൊന്നും സംഭവിക്കരുതേ. മോളെ പത്മ. അമ്മ അവൾക്കരികിലേക്ക് വന്നു. മോളെ, അപ്പച്ചി പറഞ്ഞത് മറ്റന്നാൾ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോകാമെന്നാ. ഇനി ഒരുപാട് വൈകിക്കൂടാ. കാര്യങ്ങളെല്ലാം കിടക്കുമല്ലേ? അതൊക്കെ എന്താണെന്ന് വെച്ചാ അമ്മ പറഞ്ഞാൽ മതി. അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് നോക്കിയെടുക്ക്. അങ്ങനാണോ? നിന്റെ ഇഷ്ടമല്ലേ പ്രധാനം? പിന്നല്ലാതെ. എൻ്റെ മോളുടെ ഇഷ്ടത്തിനാണ് എടുക്കുന്നത്, അല്ലാതെ ഞങ്ങളാണോ എല്ലാം തീരുമാനിക്കുന്നത്? അതല്ല അപ്പച്ചി. ഏതല്ല? നീ ഈ ന്യൂ ജനറേഷനൊന്നും അല്ലേ കുട്ടി. ഇപ്പം എന്തൊക്കെ ട്രെൻഡാണ്. നീ നെറ്റിൽ നോക്ക്, കാണാം ഒരുപാട് ഡ്രസ് പാറ്റേൺ. അപ്പച്ചിയാണെങ്കിൽ പറഞ്ഞാലും തീരില്ല. എല്ലാവരും ആഘോഷ തിമിർപ്പിലായി എന്ന് പത്മയ്ക്ക് തോന്നുന്നു. അവൾ റൂമിലെത്തിയതും വേഗം സേതുവിൻ്റെ നമ്പറിൽ വിളിച്ചു. ഹലോ സേതുവേട്ടാ, ഏട്ടൻ ഇത് എവിടാ? ഞാൻ ടൗണിലാണ്. എന്താണ് പത്മ? ഏട്ടൻ ഇനി ഒരിടത്തും പോകണ്ട. സാറിനെ കാണുകയരുത്. എനിക്കിനി ആ റിലേഷൻ വേണ്ട. ഞാനതിന് സാറിനെ കാണാനൊന്നും വന്നതല്ല. സത്യാണോ? നീ ഫോൺ വയ്ക്കുക. സേതുവേട്ടാ പറയൂ, എന്താണ് പത്മ? അത് പിന്നെ ഏട്ടാ, ഈ കാര്യങ്ങൾ ഒരിക്കലും ഏട്ടൻ ആരോടും പറയരുത്. ഇല്ല, ഞാൻ വിശ്വസിച്ചോട്ടെ. അവൻ ഫോൺ കട്ട് ചെയ്തു. പത്മയ്ക്ക് അപ്പോഴാണ് ശ്വാസം നേരെ വീണത്. ടീച്ചറാ, ഞാൻ ഒരുപാട് ഭയപ്പെട്ടു. എങ്ങാനും ഏട്ടൻ സാറിനെ കാണുമോ? അതായിരുന്നു അവളുടെ ആകുലത. അതേസമയം സിത്തുവുമായിട്ട് കാര്യങ്ങളെല്ലാം പറയുകയാണ് സേതു. സിത്തുവിൻ്റെ അവസ്ഥ അവനോട് വിശദീകരിച്ചു. ഒരുപാട് സമയം അവർ കാര്യങ്ങൾ ഗൗരവത്തോട് സംസാരിച്ചു. ഒടുവിലെല്ലാം പറഞ്ഞുറപ്പിച്ചാണ് സേതു മടങ്ങിയത്. ഇന്നാണ് പത്മയ്ക്കും സേതുവിനുമുള്ള വിവാഹ ഡ്രസ്സ് എടുക്കുന്ന ദിവസം. എല്ലാവരും കാലത്തെ തന്നെ പുറപ്പെട്ടു. പത്മയ്ക്കായി ഓറഞ്ച് കളറുള്ള കാഞ്ചീപുരം പട്ടുസാരിയാണ് എടുത്തത്. അതിന് കോൺട്രാസ്റ്റ് കളർ ബ്ലൗസും. സെയിൽസ് ഗേൾ അവളെ അത് സെറ്റ് ചെയ്ത് കാണിച്ചപ്പോൾ എല്ലാവരും കണ്ണെടുക്കാതെയാണ് നോക്കിയിരുന്നത്. കസവിൻ്റെ സെറ്റും മുണ്ടും പച്ച നിറമുള്ള ബ്ലൗസുമാണ് അടുത്തതായി എടുത്തത്. വീണ്ടും 2 പട്ടുസാരികൾ കൂടി അവരെടുത്തു. ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞ് എല്ലാവരും വീട്ടിലെത്തിയപ്പോൾ തന്നെ നേരം രാത്രിയായി. അങ്ങനെ ദിവസങ്ങൾ പിന്നിടുകയാണ്. സേതുവിനും അവരുടേതായ രീതിയിലുള്ള ഡ്രസ്സൊക്കെയാണ് എടുത്തത്. പത്മയ്ക്ക് ട്രഡീഷണൽ രീതിയിലുള്ള കുറേയേറെ ആഭരണങ്ങൾ ഗിരിജയും വസുന്ധരമ്മയും കൂടി തട്ടാനെ കൊണ്ട് പണി കഴിപ്പിച്ചു വെച്ചിരുന്നു. ഇതും പോരാഞ്ഞ് കുറേ ചെട്ടിനാട് കളക്ഷൻസ് കൂടി വിശ്വനും ഗിരിജയും പോയി എടുത്തു. എൻ്റെ മകൾക്ക് ഒരു കുറവും വരുത്തരുത്, അതാണെൻ്റെ ആഗ്രഹം. എൻ്റെ കുട്ടി എന്നും സൗഖ്യമായി കഴിഞ്ഞാൽ മതി, അതുമാത്രമേ ഉള്ളൂ എനിക്ക് പ്രാർത്ഥന. ഗിരിജയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. നീ എന്തിനാ കരയുന്നത്? അത് പിന്നെ എൻ്റെ കുഞ്ഞിനെ ഇത്രയും ദൂരേക്ക് അയക്കുമല്ലോ എന്ന് ഓർക്കുമ്പോൾ. അതിന് 2 മാസം കഴിഞ്ഞാൽ അവൾ ഇങ്ങോട്ട് വരില്ലേ? വരുമെന്നൊക്കെ സേതു ഇപ്പം പറയുന്നു. അവസാനം ഇനി അവൻ അവിടെ ഉപേക്ഷിച്ചു പോരാൻ പറ്റില്ലെന്ന് പറയോ? ഏയ്, നീ ഇതെന്തൊക്കെയാണ് പറയുന്നത്? അവനോടെല്ലാം പറഞ്ഞ് സമ്മതിപ്പിച്ചതല്ലേ, പിന്നെ എന്തേ? ഞാൻ എൻ്റെ വിഷമം കൊണ്ടാണ് പറയുന്നത്. ഏട്ടൻ ക്ഷമിക്ക്. എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ? പെൺകുട്ടികളുള്ള അച്ഛന്മാർ എല്ലാവരും ഈ ദുഃഖം അനുഭവിക്കേണ്ടവരാണ്. എന്തായാലും അവരെ മറ്റൊരുവൻ്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതല്ലേ?
അത് പറഞ്ഞപ്പോൾ അയാളുടെ ശബ്ദം ഇടറി. പത്മയും സേതുവും വിവാഹത്തിൻ്റെ തിരക്കുകളിലായി. പത്മ അങ്ങനെ സേതുവിൻ്റെ പെണ്ണായി മാറുവാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇല്ലത്തും ഓരോരോ കാര്യങ്ങളൊക്കെ തുടങ്ങി. ഇതിനോടിടയ്ക്ക് സേതുവും അവൻ്റെ അമ്മയും കൂടി ടൗണിലൊരു വീടെടുത്തു. കാരണം പെണ്ണിനെ വിവാഹം കഴിച്ചു പോകേണ്ടത് സ്വന്തം വീട്ടിലേക്കല്ലേ. അതുകൊണ്ടാണ് അവർ വീടെടുത്ത് മാറിയത്. തന്നെയുമല്ല, കുറച്ച് കഴിഞ്ഞ് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് താമസം മാറേണ്ടി വരികയും വേണം. സേതു ഇടയ്ക്കൊക്കെ പത്മയെ വിളിക്കും, സംസാരിക്കും. അത്യാവശ്യത്തിന് മാത്രം, അത്രയേ ഉള്ളൂ. അവൾ മെല്ലെ സാറിനെ മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റി. ഇപ്പോൾ മനസ്സിൽ ഒറ്റ രൂപം മാത്രമേ ഉള്ളൂ. അത് സേതുവേട്ടൻ മാത്രമാണ്. അങ്ങനെ അവരുടെ രണ്ടാളുടെയും വിവാഹം വന്നെത്തി. എല്ലാവരും ആഘോഷത്തിമിർപ്പിലാണ്. സേതുവിന് മാത്രം ആകെ മാനസിക പിരിമുറുക്കം. അവനപ്പോൾ ഒരിക്കൽ കൂടി സിത്തുവിനെ വിളിച്ചു. അവനെ പക്ഷേ ലൈനിൽ കിട്ടിയില്ല. കാലത്തെ തന്നെ ഗിരിജയുടെ ബന്ധത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് പത്മയെ അണിയിച്ചൊരുക്കുവാൻ വന്നത്. കാഞ്ചീപുരം പട്ടും നിറയെ ആഭരണങ്ങളും മുല്ലപ്പൂവും ഒക്കെ ചൂടി അവളൊരു ദേവതയെപ്പോലെ ശോഭിച്ചു. എല്ലാവരുടെയും കണ്ണുകൾ അവളിലായിരുന്നു. നാഗത്താൻ്റെ മുൻപിലാണ് അവൾ ആദ്യം പോയി പ്രാർത്ഥിച്ചത്. നാഗത്താനെ, എൻ്റെ മനസ്സിലിടയ്ക്ക് സിത്തു സാർ വന്നുവെങ്കിലും ഇപ്പോൾ എൻ്റെ ജീവൻ നിറയെ സേതുവേട്ടനാണ്. ഏട്ടനുമായിട്ട് നല്ലൊരു ജീവിതം എനിക്ക് നൽകണം. ഈ അടിയനെ കാവലായി നീ എപ്പോഴും എൻ്റെ കൂടെ വേണം. മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ കാൽ തൊട്ട് വന്ദിച്ച് അവൾ കതിർമണ്ഡപത്തിൽ സേതുവിൻ്റെ അരികിലായിരുന്നു. വളരെ ആഡംബരം നിറഞ്ഞ വിവാഹമായിരുന്നു അവരുടേത്. വിശ്വനാഥിൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ വിവാഹത്തിന് എത്തിച്ചേർന്നിരുന്നു. പറഞ്ഞ മുഹൂർത്തത്തിൽ സേതു അവളുടെ കഴുത്തിൽ താലി ചാർത്തി. ആരവങ്ങളുടെയും ആർപ്പുവിളികളെയും അകമ്പടിയോടെ രണ്ടാളും കതിർമണ്ഡപം വലം ചുറ്റി. അവളുടെ കരങ്ങൾ ഒരു പൂവ് പോലെ മൃദുലമായി അവന് തോന്നിയത്. ഫോട്ടോഗ്രാഫേഴ്സ് അവരെ രണ്ടാളെയും പൊതിഞ്ഞു. സേതുവിനോട് ചേർന്ന് നിന്ന് അവൾ ഫോട്ടോ എടുക്കുകയാണ്. ഇത്ര അടുത്ത് നിൽക്കണ്ട. പെട്ടെന്ന് അവൻ അവളുടെ കാതിൽ പിറുപിറുത്തു. അവൾ ഒന്നും മനസ്സിലാകാത്തതുപോലെ അവനെ നോക്കി. നിന്നോട് പറഞ്ഞത് മനസ്സിലായില്ലേ? അവൻ അവളെ കടുപ്പിച്ചെന്ന് നോക്കി. പെട്ടെന്ന് തന്നെ അവൾ അവനിൽ നിന്നും അകന്നു മാറി. എന്താണിത്? ആ കുട്ടി നിന്നത് കറക്റ്റായിട്ടായിരുന്നു. ഫോട്ടോഗ്രാഫർ സേതുവിനെ നോക്കി. ഇങ്ങനൊക്കെ മതി, നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ എടുത്താൽ മതി. അവൻ അയാളോട് ദേഷ്യപ്പെട്ടു. എന്താണ് സേതുവേട്ടാ, എന്തു പറ്റി? എന്തു പറ്റാൻ, നേരം പോകുന്നു. ഇല്ലത്ത് കയറേണ്ട മുഹൂർത്തമായി വരുന്നു. അതിനെന്താണ്? സമയമാകുമ്പോൾ അച്ഛൻ പറയും. ഇനി അതും കൂടി ഞാൻ അനുസരിക്കാം. അവൻ മുഖം തിരിച്ചു. പത്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ഈശ്വര, ഇതെന്താണ് സേതുവേട്ടൻ ഇങ്ങനെ സംസാരിക്കുന്നത്? ഇതുവരെ മുഖം കറുത്ത് എന്നോട് ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ലാത്ത ആള്. അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. സദ്യ കഴിച്ചപ്പോഴും ഏട്ടൻ അവളോട് സംസാരിച്ചില്ല. പുറപ്പെടാൻ നേരം പാവം പത്മ വിങ്ങിപ്പൊട്ടി. ദേ എൻ്റെ കുട്ടി കരയുന്നേ. ഇന്ന് കാലത്തെ വരെ ഞാൻ കരഞ്ഞുകൊണ്ട് ഇറങ്ങില്ലെന്ന് പറഞ്ഞ ആളല്ലേ. മുത്തശ്ശൻ അവളെ ആശ്വസിപ്പിച്ചു. എങ്കിലും അവൾ അച്ഛൻ്റെ മുമ്പിൽ വന്നപ്പോൾ പൊട്ടിക്കരഞ്ഞു. അച്ഛനപ്പോൾ സേതുവിനെ വിളിച്ചു. മോനെ, എന്താണമ്മവ? എൻ്റെ കുട്ടി ഇന്ന് വരെ ഒരു കാര്യത്തിനും വിഷമിപ്പിച്ചിട്ടില്ല. അവളുടെ എല്ലാ ആഗ്രഹവും സാധിപ്പിച്ചാണ് ഞാൻ അവളെ വളർത്തിയത്. ഇന്നു മുതൽ എൻ്റെ പത്മമോൾ മോൻ്റെ കൈകളിൽ സുരക്ഷിതയായിരിക്കുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അയാൾ അവളുടെ കൈകൾ അവനിൽ ഏൽപ്പിച്ചു. മോളുടെ എല്ലാ ആഗ്രഹവും സാധിപ്പിച്ചപ്പോൾ പ്രധാനപ്പെട്ട ആഗ്രഹം മാത്രം അച്ഛൻ അറിഞ്ഞില്ല. കാറിൻ്റെ അടുത്തേക്ക് നടന്നപ്പോൾ അവൻ അവളെ നോക്കി പരിഹസിച്ചു. പത്മ ഞെട്ടിപ്പോയി. സേതുവേട്ടൻ്റെ ദേഷ്യമപ്പോൾ സാറിൻ്റെ കാര്യം ഓർത്താണോ? താൻ പക്ഷേ ആ കാര്യങ്ങൾ തൻ്റെ മനസ്സിൽ നിന്ന് ഇറക്കി. അവൾക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. കാറിൽ കയറി അപരിചിതരെ പോലെ അവരിരുന്നു. അപ്പച്ചിയാണെങ്കിൽ ആരതി ഒഴിഞ്ഞ് കത്തിച്ചു വെച്ച നിലവിളക്ക് അവളുടെ കയ്യിൽ കൊടുത്തു. അവളത് ഇരു കൈകളും കൊണ്ട് പൂജാമുറിയിൽ മേടിച്ചു വെച്ചു. അവിടെയും ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ദേവികയുടെ ഭർത്താവായ പരമേശ്വരൻ്റെ കുറച്ച് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയായിരുന്നു അതിഥികൾ. മോളെ, എന്താണ് അപ്പച്ചി? മോള് പോയി ഡ്രസ്സ് മാറി വരൂ. ഫംഗ്ഷൻ ഇടാനുള്ള ലെഹങ്ക വാർഡ്രോബിലിരിപ്പുണ്ട്. ഓ അപ്പച്ചി.
അവൾ അപ്പച്ചി കാണിച്ചു കൊടുത്ത റൂമിൽ പോയി. കുറച്ച് പെൺകുട്ടികൾ ചേർന്ന് അവളുടെ ഡ്രസ്സ് മാറുവാൻ അവളെ സഹായിച്ചു. ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് അവൾ വെറുതെ അവിടെ കിടന്ന കസേരയിലിരുന്നു. കുറച്ചു കഴിഞ്ഞ് സേതു ഡ്രസ്സ് മാറാനായി വന്നു. അവൻ അവളെ നോക്കുക പോലും ചെയ്തില്ല. സേതു ഏട്ടാ, എന്നോട് ദേഷ്യമാണോ? എന്തിന്? അത് പിന്നെ എന്നോട് എന്താണ് ഏട്ടൻ ഒന്നും സംസാരിക്കാത്തത്? ഞാൻ സംസാരിച്ചല്ലോ. അതല്ല, ഏട്ടൻ എന്നോട് വെറുപ്പ് കാണിക്കുന്നത്. വെറുപ്പോ? ഞാൻ എപ്പോഴാണ് വെറുപ്പ് കാട്ടിയത്? എനിക്കങ്ങനെ തോന്നി. ഒക്കെ നിന്റെ തോന്നലാണ്. അത് പറഞ്ഞവൻ വെളിയിലേക്ക് പോയി. പത്മയും അവനെ പിന്തുടർന്നു. ഫംഗ്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ രാത്രി ഒരുപാട് വൈകി. 9 മണി കഴിഞ്ഞു എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ. ഓ, എൻ്റെ കുട്ടി ആകെ മടുത്തു. ദേവകി അവളെ തഴുകി. ഏയ് ഇല്ലപ്പച്ചി, ഒക്കെ തോന്നലായിരിക്കും. മോളെ, എങ്കിൽ നിങ്ങൾ രണ്ടാളും പോയി കിടക്ക്. മടുത്തില്ലേ മോനെ? ടയേർഡായി. ഇനി കിടക്കാൻ പോവാ ഞാൻ. സേതു കോട്ടുവായിട്ടു. മോളും പോയി കിടന്നോളൂ. ഗുഡ് നൈറ്റ്. രേണു ചേച്ചി കൊടുത്ത ഒരു ഗ്ലാസ് പാലുമായി പത്മ മിടിക്കുന്ന ഹൃദയത്തോടെ റൂമിൽ പോയി. ആരൊക്കെയോ ചേർന്ന് മുറിയെല്ലാം അലങ്കരിച്ചു. കുറേയേറെ മുല്ലപ്പൂക്കളും റോസാപ്പൂക്കളുമെല്ലാം വിതറിയിട്ടിട്ടുണ്ട് ബെഡിൽ. ഒരു തളികയിൽ കുറേയേറെ പഴങ്ങളും വെച്ചിട്ടുണ്ട്. അവൾ ചെന്നപ്പോൾ സേതു ഡ്രസ്സ് മാറുകയാണ്. പെട്ടെന്ന് അവളെ കണ്ടതും അവനൊന്ന് ചമ്മി. അവളും വേഗം തിരിഞ്ഞു നിന്നു. അവളുടെ ചുണ്ടിലും ഒരു ചിരി വിടർന്നു. ഡ്രസ്സ് മാറിയിട്ട് സേതു അവളെ വിളിച്ചു. അവൾ അല്പം നാണത്തോടെ അവൻ്റെ അരികിലേക്ക് വന്നു. തുടരും. കഥ വായിച്ചിട്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് തരാൻ മറക്കല്ലേ. നമ്മുടെ ചാനലിൽ അങ്ങനെ 1000 ഫോളോവേഴ്സ് പിന്നിട്ട് കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നും ഒരുപാട് നന്ദി.